ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല ചെറുപയറും അതുപോലെ തന്നെ ചീരയും കൊണ്ടുള്ളൊരു അടിപൊളി ദോശയാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ദോശ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരമായിരിക്കും. ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനോ ഒക്കെ നമുക്കിതുപോലത്തെ ദോശ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തലേന്ന് രാത്രി തന്നെ കുതിർത്തെടുത്ത ചെറുപയറാണിത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് ചീരയും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു തണ്ട് പുതിനയില, കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക്, നാല് ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി അല്ലി എന്നിവ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ മറന്നത് കൊണ്ട് ഇതിനിടയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുവാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഈ ദോശയും ചുട്ടെടുക്കുക. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ നമുക്ക് തൂവിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു വശം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നമുക്ക് ഒരുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെറുപയർ ചീരദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഈ ദോശയിലേക്ക് നമുക്ക് ചട്നിയോ ചമ്മന്തിപ്പൊടിയോ ടൊമാറ്റോ ചട്നിയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ദോശ ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.